ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത്. കോളിഫ്ലവർ കൊണ്ടല്ലാതെ ക്യാബേജ് കൊണ്ടുണ്ടാക്കുന്ന ഗോബി മഞ്ചൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കർണാടകയിലൊക്കെ പൊതുവെ തട്ടുകടയിലൊക്കെ ലഭിക്കുന്ന ഗോബി മഞ്ചൂരി കൂടുതലും ക്യാബേജ് കൊണ്ടുണ്ടാക്കുന്ന ഗോബി മഞ്ചൂരിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോബി മഞ്ചൂരിയുടെ റെസിപ്പി കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് വെളുത്തുള്ളി ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാബേജാണ്. ക്യാബേജ് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. അപ്പം ഞാനൊരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കുക, കാരണം നമുക്കിതിലേക്ക് കോൺഫ്ലവറും മൈദയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ചേർത്തിട്ട് അവസാനം നോക്കിയിട്ട് പിന്നെ ചേർത്താലും മതി. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിലേക്ക് ഇത് മാറ്റി വെക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഊറി വരും. ആ ഒരു മിക്സിലേക്കാണ് നമ്മൾ മൈദയും കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം 10 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 4 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയും കോൺഫ്ലവറും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്കിത് റെഡിയായി കിട്ടണം. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മൈദയും കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും സെയിം അളവിൽ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 4 സ്പൂൺ മൈദയും 4 സ്പൂൺ കോൺഫ്ലവറും കറക്റ്റായിരുന്നു. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ബോളാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുപ്പത്ത് ഓയിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ബൗൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് കേട്ടോ, വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ഒരു സമയത്ത് നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് സൈഡും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ബൗൾസാക്കി റെഡിയാക്കി വെച്ചിട്ട് ഒന്നിച്ച് ഓയിലിട്ട് പൊരിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ ഒരു പാകത്തിന് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം ലാഭമാണ്. ആദ്യം കുറച്ച് ബൗൾസ് എല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചൈനീസ് പക്കോട എന്നൊക്കെ പറയുന്ന കാബേജ് കൊണ്ടുള്ള വട. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓണിയൻ എടുത്തിട്ടുണ്ട്, അതേപോലെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓണിയനും അതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റിൽ നിന്ന് ഒരു 1.5 സ്പൂൺ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. സവോള നല്ലപോലെ വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. ഒരു 2-3 സെക്കൻഡ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഏകദേശം 2 സ്പൂണ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഹോട്ട് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ചില്ലി സോസാണുള്ളതെങ്കിൽ, റെഡ് ചില്ലി സോസാണുള്ളതെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ കോൺഫ്ലവറിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു ഗ്രേവിയിലേക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ തന്നെ മതിയെങ്കിൽ ഈ ഒരു തിക്നെസ്സിൽ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല പോലെ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കാബേജിൻ്റെ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവർ കൊണ്ട് ചെയ്തെടുക്കുന്ന അതേ ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഗോബി മഞ്ചൂരിയനും കിട്ടുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ഒരു കമൻറ്റും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുന്ന സമയത്ത് ഒരു കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ വീണ്ടും വരാം. ബായ്.